അപ്പോൾ നമ്മൾ ഇനി ഇവിടെ ഇത് കൂടാണ്ട് ഏതൊക്കെ ബ്രാഞ്ചസ് നമ്മുടെ എറണാകുളത്ത്? പനമ്പള്ളി നഗറിലുണ്ട്, എരുമ്പുളി, പിന്നെ ഫോർട്ട് കൊച്ചിയിൽ മറീനയിൽ. അപ്പോൾ അവിടെയുണ്ട്. പിന്നെ വേണ്ട, സ്വല്പം ഒഴിച്ചാൽ മതി, നമ്മുടെ താറാവറി വരാനുണ്ട്. താങ്ക് യു. അപ്പോൾ താറാവും വരണം. നമ്മുടെ പപ്പടം വന്നു. കൊഴുവ വേണോട്ടാ. അപ്പോൾ ഓൾറെഡി ഇപ്പം 3 സ്ഥലത്തുണ്ട് നമ്മുടെ എരുമ്പുളി. ഇത് കൂടാണ്ട് ഇനി വേറെ വിദേശത്ത് ഒരു കഫ്തേരിയ ഉണ്ട്, മലേഷ്യയിൽ. അപ്പോൾ അത് ചെറിയ രീതിയിലായിട്ടുള്ളൂ, അവിടെ ഒന്ന് ഡെവലപ്പായി വന്നാണ്. ഇനി എറണാകുളത്തോട്ട് പുതിയതായിട്ട് വേറെ സ്ഥലത്തും കൂടി ഉണ്ട്. ഇവിടെ എടുക്കുന്നുണ്ട്, എടപ്പള്ളി ബൈപ്പാസിൽ എടുത്തിട്ടുണ്ട്. എടപ്പള്ളി ബൈപ്പാസ് എടുത്തിട്ടുണ്ട്. അന്നുണ്ട്. ഓ അല്ല, ചൂടൻ സ്വയംഭ സാധനം. ഞാനാദ്യം ഇത്തിരി സാമ്പാർ കൂട്ടി ഒരു പിടിയും കഴിക്കട്ടെ. പരിപ്പ് നന്നായിട്ട് ഉണ്ട്. വേറെ അത് കണ്ടപ്പോഴേ കൂടുതൽ പരിപ്പിടുന്നുണ്ട്. ആ പരിപ്പിൻ്റെ ശരിക്കും സാമ്പാറിന് വന്നിട്ടുണ്ട്. പാലക്കാട് സ്റ്റൈലാണ്. പരിപ്പ് കൂടിയിട്ടാണ് സ്റ്റൈലുകളാണ് ചോറ്. നെയ്സിൻ്റെ ഒരു പ്രിപ്പറേഷൻ. ശരി. ഇത് നമ്മുടെ മീൻ എന്ന് പറഞ്ഞ കൊഴുവ. പല സ്ഥലത്ത് പല പേരിലാണ് പറയുന്നത്. ട്രിവാൻഡ്രത്താണെങ്കിൽ നത്തോലി, പെടുമീൻ എന്ന് പറയും. ഈ കാസർഗോഡ് പോയാൽ നത്തൽ എന്ന് പറയും. നല്ല ഫ്രഷ് മീനാണല്ലേ. ശരിക്കും നമുക്കത് കഴിക്കുമ്പോഴേ മനസ്സിലാവുന്നുണ്ട്. മാർക്കറ്റിൽ നിന്ന് രാവിലെ പോയി 4:30 ആകുമ്പോൾ പോയിടുമല്ലേ. നമ്മുടെ നാടൻ താറാവ് നമ്മുടെ ഫാമിൽ തന്നെ ഉണ്ടാക്കുന്നതാണ്. നമ്മുടെ ഫാമിൽ തന്നെ. എനിക്ക് ആ ഒരു എണ്ണയൊക്കെ തെളിഞ്ഞങ്ങ് നിൽക്കുന്നു. എനിക്ക് ആ ഒരു തേങ്ങ വറുത്തരച്ചേണ്ടത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ പ്രിപ്പയർ ചെയ്തുള്ളൂ, ഒരു മണിക്കൂർ കൊണ്ട് കഴിയണം. അതിൻ്റെ നെയ്യൊക്കെ അതിലേക്ക് ഇറങ്ങി ഒരു കൂടെ. ഇത് ശരിക്കും നമ്മളെ അവരും ഇത് ശരിക്കും കയറി പിടിച്ചിട്ടുണ്ട്. ഒന്ന് കുറച്ചുകൂടി ഇതായിട്ട് കഴിഞ്ഞാൽ മൺചട്ടിയിലേക്ക് മാറ്റും. അപ്പോൾ കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞാൽ ശരിക്കും ഒന്നുകൂടെ ഇതാവും, ടേസ്റ്റി ആവും. ആൾക്കാർ ചൂടുണ്ടേ. നല്ല ഉറച്ച ഇറച്ചി, നാടൻ താറാവിന് അതാ വ്യത്യാസം. കടിച്ചങ്ങ് പറയും. അത്ര ബ്രോയിലർ അത്ര ടേസ്റ്റ് കാണില്ല. ചിക്കൻ്റെ ഒക്കെ പോലെ ഒരു ഇരിക്കുള്ളൂ. അത് ഇതിന് എല്ല് കൂടുതലുണ്ടെങ്കിലും ഇട്ടുണ്ടെങ്കിലും നല്ല ടേസ്റ്റിയാണ്, ഹെൽത്തിയുമാണ്. അപ്പോൾ എന്തായാലും ഇതേ കണ്ടില്ലേ, ഇതൊക്കെ അങ്ങനെ കഴിച്ചുകൊണ്ടേ ഇരിക്കുക. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ എരുമ്പുളിയും മാധവമി ഓഫീസിന് തൊട്ടടുത്ത് തന്നെ, വെറുതെ ഇരിക്കണം അല്ലേ, മാറ്റി കഴിച്ചേക്കാം. തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ ലെനിൻ സെൻറ്ററിന് തൊട്ടിപ്പുറത്ത്. ഇങ്ങോട്ട് വന്നാൽ നാടൻ ഫുഡ് കിട്ടും. ഇങ്ങനെയൊക്കെ ഇരുന്ന് അങ്ങോട്ട് കഴിക്കാം വയറിറച്ച്. അപ്പം എന്തായാലും താങ്ക് യു. മനസ്സ് നേരത്തെ പറഞ്ഞ മനസ്സ് നന്നായിട്ട് നിറയണം. ഇതൊക്കെ കഴിച്ച് പിന്നെ എങ്ങനെ മനസ്സ് നിറയാണ്ടിരിക്കുക അല്ലേ, പപ്പടം കൂട്ടല്ലേ. നമുക്കിനി അടുത്ത എപ്പിസോഡ് കാണാം. അപ്പോൾ മനേട്ടാ വളരെ നന്ദി. ഇസ്മായിൽക്ക താങ്ക് യു. ശ്രീനേട്ടന് ഒരു താങ്ക് യു ഉണ്ട്.